നമസ്കാരം. 3 ദിവസം മുമ്പ് ശ്രീവിദ്യ മുല്ലശ്ശേരി പുള്ളിക്കാരിയുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഞാനും നന്ദു ഇപ്പോൾ ഒന്നിച്ചല്ല എന്ന് ടൈറ്റിലും തംബ്നെയിലും ഒക്കെ ഇട്ട് അതിന്റെ കാരണം പറയാനാണ് എന്നുള്ള രീതിയിലാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോയുടെ ടൈറ്റിലും തംബ്നെയിലും കാണുമ്പോൾ ഉറപ്പായിട്ടും പ്രേക്ഷകർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. എന്ത് കാരണത്താലാണ് ഒന്നിച്ചല്ലെന്ന് പറഞ്ഞത്? അപ്പോൾ ആ കാരണം അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ ആ വീഡിയോ എടുത്തു വെച്ച് കാണും. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ ശ്രീവിദ്യ പറയുന്നത് അവർ രണ്ടാൾക്കാരും അവരുടെ കരിയറിന് വേണ്ടിയിട്ട് ഇപ്പോൾ 2 സ്ഥലത്താണ് നിൽക്കുന്നത്. അങ്ങനെ 2 സ്ഥലത്താണ് നിൽക്കുന്നത്. ഒന്നിച്ച് നിൽക്കാനുള്ളൊരു സാഹചര്യമല്ല. അതുകൊണ്ടാണ് ഇപ്പം അവരെ ഒന്നിച്ച് വീഡിയോയിൽ കാണാത്തത്. ഇതാണ് കാരണം. ഇപ്പോൾ വീഡിയോ തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയിട്ട് 2.5 മിനിറ്റ് ആയതേ ഉള്ളൂ. ഈ 2.5 മിനിറ്റിൽ ശ്രീവിദ്യ ഈ കാരണത്തെ ഒരു പ്രൊമോഷണൽ വീഡിയോയുമായിട്ട് കണക്ട് ചെയ്തേക്കാണ്. ഒരു പരസ്യം ചെയ്തേക്കാണ്. ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു സെറം ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാണ്. ഇത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് ദേഷ്യം വരുമോ? ദേഷ്യം വരും. കാരണം അവർക്ക് അവരെ പറ്റിക്കുന്ന രീതിയിലാണ് തോന്നുന്നത്. ഇങ്ങനെ ഒരു തംബ്നെയിൽ വിട്ട്, ഇങ്ങനെ ഒരു ടൈറ്റിൽ വിട്ട് കാരണം പറയാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ തുടങ്ങിയിട്ട് അതിനകത്ത് തുടക്കത്തിൽ തന്നെ പരസ്യം കുത്തി നിറച്ചേക്കുന്നു. ആർക്കാണേലും ദേഷ്യം വരും. ചെയ്തത് മിസ്റ്റേക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ശ്രീവിദ്യക്ക് കിട്ടിയ 99% കമന്റ്സും നെഗറ്റീവായിട്ടുള്ള കമന്റ്സ് ആണ്. ശ്രീവിദ്യ ചെയ്ത ഈ പ്രവൃത്തി ഇഷ്ടപ്പെടാതെയാണ് ആൾക്കാർ കമന്റ് ഇട്ടേക്കുന്നത്. സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി നോക്കാം. ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട് കൊടുത്തേക്കാം. ശ്രീവിദ്യ ഈ ചെയ്തത് തെറ്റായിപ്പോയി, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്ന രീതിയിലാണ് ശ്രീവിദ്യ ഇത് ചെയ്തത്, ഞങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ ആൾക്കാരും കമന്റ് ഇട്ടേക്കുന്നത്. കുറച്ച് പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുകയും ചെയ്തു. അപ്പോൾ ഇത് കാണുമ്പോൾ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്ന രീതിയിലൊരു വീഡിയോ ഇട്ടേക്കുന്നു, ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ളൊരു വീഡിയോ ഇട്ടേക്കുന്നു. അങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ ഉറപ്പായിട്ടും കേരളത്തിലുള്ള റിയാക്ഷൻ യൂട്യൂബേഴ്സ്, റിയാക്ഷൻ ചാനലുകാർ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. ആൾക്കാർ റിയാക്ട് ചെയ്തു. ഞാനും ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും റിയാക്ഷൻ വീഡിയോ വന്നപ്പോൾ ശ്രീവിദ്യയും ശ്രീവിദ്യയുടെ ഹസ്ബൻഡും കൂടി ചേർന്ന് ഇന്നലെ ഒരു റിപ്ലൈ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തംബ്നെയിലാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. കേരളത്തിലെ റിയാക്ഷൻ യൂട്യൂബേഴ്സ് ഒക്കെ തന്നെ മറ്റുള്ളവരെ വിറ്റ് ജീവിക്കുന്നവരാണ്, പാരസൈറ്റുകളാണ്. ഏകദേശം ശരിയാണ്. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. മറ്റുള്ളവരെ വിറ്റ് ജീവിക്കുക എന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ, മറ്റുള്ളവർ ചെയ്യുന്ന എന്തെങ്കിലും മിസ്റ്റേക്കുകൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ റിയാക്ട് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, സമൂഹത്തിൽ വളരെ റെലവൻ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ, മറ്റുള്ളവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ, വലിയ വലിയ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ പ്രേക്ഷകരെ പറ്റിക്കുന്ന രീതിയിലോ ഒക്കെ എന്തെങ്കിലും നെഗറ്റീവ് ചെയ്തു കഴിഞ്ഞാലോ മിസ്റ്റേക്ക് കാണിച്ചു കഴിഞ്ഞാലോ അതൊക്കെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ റിയാക്ട് ചെയ്യാറുണ്ട്. അതാണ് ഞങ്ങളുടെ കോണ്ടന്റ്. അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യും. ശ്രീവിദ്യ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ് ആ വീഡിയോ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തത്. പക്ഷെ ശ്രീവിദ്യയും ശ്രീവിദ്യയുടെ ഹസ്ബൻഡും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എല്ലാ തെറ്റും റിയാക്ഷൻ യൂട്യൂബേഴ്സിൻ്റെയാണ്. നിങ്ങൾ തെറ്റ് ചെയ്തപ്പോൾ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. ഈ ശ്രീവിദ്യ അങ്ങനെ ഒരു ടൈറ്റിലും തംബ്നെയിലും ഇട്ടിട്ട് അതിനകത്ത് ജസ്റ്റ് കാരണങ്ങൾ മാത്രമാണ് പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിൽ ശ്രീവിദ്യയും ശ്രീവിദ്യയുടെ ഹസ്ബൻഡും മാറി നിൽക്കാനുള്ള കാരണങ്ങൾ മാത്രമാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ഞാൻ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യില്ലായിരുന്നു. അതൊന്നും എന്നെ ബോധർ ചെയ്യുന്ന കാര്യമില്ല. അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു. ഞാൻ റിയാക്ട് ചെയ്തത് എന്താണ് എന്നുള്ളത് ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, മുഴുവൻ കണ്ടവർക്കറിയാം. ഞാൻ റിയാക്ട് ചെയ്തത് ശ്രീവിദ്യ ചെയ്ത പരസ്യത്തെക്കുറിച്ചാണ്. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മറ്റുള്ളവരെ പറ്റിക്കുന്ന രീതിയിലുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഈ വീഡിയോ ഞാൻ കൃത്യമായിട്ട് കാരണം പറയാം. എന്തുകൊണ്ടാണ് പരസ്യത്തിന് എഗിനസ്റ്റ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തത് എന്നുള്ളത് കൃത്യമായിട്ട് റീസണബിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ശ്രീവിദ്യ ആ വീഡിയോ തുടങ്ങിയ സമയത്ത് കാരണം പറയുന്നുണ്ട്. കാരണം പറഞ്ഞിട്ട് പരസ്യവുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗം ഞാൻ ആദ്യം നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു തരാം. ആണ് സത്യം. ഇതേ വിഷമമാണ് നമുക്ക് ഈ ആക്നെ സ്പോട്സ്, പിമ്പിൾസ്, ബ്ലെമിഷസ് ഒക്കെ വരുമ്പോൾ അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതെല്ലാം മാറ്റാനായിട്ട് ഒരു സിറം തേടി നടക്കേണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ഞാൻ ഒന്ന് സോൾവ് ചെയ്ത് തരാം. അപ്പോൾ ഈ ഡാർക്ക് സ്പോട്ട്സും ബ്ലെമിഷസും അതുപോലെ തന്നെ ആക്നെ മാർക്കൊക്കെ മാറ്റിയിട്ട് ഈവൻ ടോണും ബ്രൈറ്റ് ആൻഡ് സ്കിന്നും തരാനുള്ള ഒരു സിറം ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ. യെസ്, ഞാൻ കഴിഞ്ഞ 3-4 വീക്സ് ആയിട്ട് ഉപയോഗിച്ചു വരുന്ന കേട്ടല്ലോ. ഭർത്താവുമായിട്ട് മാറി നിൽക്കുന്ന സാഹചര്യത്തെ എങ്ങനെയാണ് പ്രൊമോഷണൽ വീഡിയോയുമായിട്ട് കണക്ട് ചെയ്തതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വിഷമമുള്ള കാര്യമല്ലേ മുഖത്ത് ഡാർക്ക് സ്പോട്ട്സ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ശ്രീവിദ്യ അറിയാതെ ഒന്നും ചെയ്തതല്ല, അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം പ്ലാൻഡ് ആയിട്ടാണ് ഈ ഒരു പരസ്യം ചെയ്തേക്കുന്നത്. ഓക്കെ, പരസ്യം ചെയ്യുന്നതും അവരുടെ ഇഷ്ടമാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ശ്രീവിദ്യ പറയുന്നുണ്ട് 3-4 വീക്സ്
ശ്രീവിദ്യ ഇത് ഉപയോഗിച്ചു എന്ന് പറയുന്നു. 3-4 ആഴ്ചകളായിട്ടാണ് ഉപയോഗിച്ചത് എന്നാണ് ശ്രീവിദ്യ പറയുന്നത്. അതായത് ശ്രീവിദ്യ ഉപയോഗിച്ച സാധനമാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഡേറ്റ് പറയാൻ ശ്രീവിദ്യക്ക് പറ്റുമല്ലോ. ഒന്നെങ്കിൽ 3 വീക്സ് ആയിട്ടാണ് ഉപയോഗിച്ചത്, അല്ലെന്നുണ്ടെങ്കിൽ 4 വീക്സ് ആയിട്ടാണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നില്ല? അത് പരസ്യവാചകമല്ലേ ശ്രീവിദ്യ? അപ്പൊ ശ്രീവിദ്യ ഇത് ഉപയോഗിച്ചു, അതിലൂടെ ശ്രീവിദ്യക്ക് റിസൾട്ട് കിട്ടി എന്ന് പ്രൂവ് ചെയ്യാൻ ശ്രീവിദ്യ എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചോ? ഇല്ലല്ലോ. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് റിവ്യൂ ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റ് എനിക്ക് റിസൾട്ട് തന്നു എന്ന് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോയോ ഫോട്ടോയോ കാണിക്കണം. എങ്കിലല്ലേ സബ്സ്ക്രൈബേഴ്സ് മനസ്സിലാവത്തുള്ളൂ. ശ്രീവിദ്യയ്ക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസോ വീഡിയോസോ കാണിക്കണം. ശ്രീവിദ്യ തന്നെ പറയുന്നു ശ്രീവിദ്യ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണിക്ക്. ഇതിനു മുമ്പ് ശ്രീവിദ്യയുടെ മുഖത്ത് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഡാർക്ക് സ്പോട്ട്സ് ഇല്ല എന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും കാണിക്കണമായിരുന്നു, കാണിച്ചില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ അതിന് എഗിനസ്റ്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഒന്നാമത്തെ കാര്യം ഇതാണ്. കാരണത്തെ പരസ്യവുമായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, അതുകൂടാതെ തന്നെ കൃത്യമായിട്ടുള്ള ഡേറ്റ് പറയുന്നില്ല, 3-4 വീക്സ്. അതും പോരാത്തതിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസോ വീഡിയോസോ ഒന്നും കാണിച്ചിട്ടില്ല. ഇനി ഇന്നലെ ഇട്ട റിപ്ലൈ വീഡിയോയിൽ ശ്രീവിദ്യ പറയുന്നുണ്ട് ശ്രീവിദ്യക്ക് ഒരുപാട് ബ്രാൻഡ് പ്രൊമോഷൻ വരാറുണ്ട്. ഈ ബ്രാൻഡ് പ്രൊമോഷനിലെ വളരെ ജെന്യുവിൻ ആണെന്ന് തോന്നുന്നത് മാത്രം ഫിൽറ്റർ ചെയ്തെടുത്ത് നല്ല നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന കമ്പനികളുടെ മാത്രം ബ്രാൻഡ് പ്രൊമോഷനാണ് ശ്രീവിദ്യ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു. കമ്പനി നമ്പർ 1 ആണെങ്കിലും കമ്പനി ജെന്യുവിൻ ആണെങ്കിലും ശ്രീവിദ്യ പ്രൊമോട്ട് ചെയ്യുന്ന സാധനം കെമിക്കലാണ്. 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. ശ്രീവിദ്യ പ്രൊമോട്ട് ചെയ്ത സ്ഥലത്തിനകത്ത് ഉറപ്പായിട്ടും കെമിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. അപ്പൊ അങ്ങനെ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതികളില്ലേ ശ്രീവിദ്യ വെറും 3-4 ആഴ്ച മാത്രമാണ് ഈ ഒരു സാധനം ഉപയോഗിച്ചതെന്നാണ് ശ്രീവിദ്യ പറയുന്നത്. ഈ 4 ആഴ്ച കൊണ്ട് ശ്രീവിദ്യക്ക് ഒരിക്കലും, ചിലപ്പോൾ റിസൾട്ട് ശ്രീവിദ്യക്ക് കിട്ടുമായിരിക്കും, പക്ഷെ ഒരിക്കലും ആ പ്രൊഡക്റ്റിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ, ലോങ് ടൈം ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമോ, ഇതിനെക്കുറിച്ചൊന്നും ശ്രീവിദ്യക്ക് അറിയത്തില്ലല്ലോ. അത് മാത്രമല്ല, ശ്രീവിദ്യയുടെ സ്കിന്നിനെ കുറിച്ച് മാത്രമാണ് ശ്രീവിദ്യക്ക് അറിയത്തുള്ളൂ. അപ്പൊ ഇങ്ങനൊരു കാര്യം പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം പറഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഒരാളുടെ സ്കിന്നിൽ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് റിയാക്ഷൻ വരുമോ, അലർജിക് റിയാക്ഷൻ എന്തെങ്കിലും വരുമോ, അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കേണ്ട പ്രിക്വേഷൻ ശ്രീവിദ്യ പറഞ്ഞോ? ഇല്ല. സൈഡ് എഫക്റ്റുകളെ കുറിച്ച് ശ്രീവിദ്യ പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. ആ പ്രൊഡക്റ്റിനകത്ത് അടങ്ങിയിരിക്കുന്ന വസ്തുക്കളെ കുറിച്ച് ശ്രീവിദ്യ പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. ശ്രീവിദ്യ വെറും ഒരു പരസ്യം പറഞ്ഞു. ഡാർക്ക് സ്പോട്ട്സും പിമ്പിൾ മാർക്കും ആക്നെ സ്കാറും ഒക്കെ തന്നെ കുറയ്ക്കാനുള്ള ഒരു സെറമാണിത്, നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കൂ, എനിക്കിത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടി. ഇതാണോ ജെനുവിൻ? ഇതാണോ ജെനുവിൻ ആയിട്ടുള്ള പ്രൊമോഷൻ? ഇതാണോ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ? ആൾക്കാരെ പറ്റിക്കാനല്ല അങ്ങനെ ചെയ്തത് എന്നുണ്ടെങ്കിൽ ശ്രീവിദ്യ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കണം. പ്രിക്വേഷൻസ് പറഞ്ഞിരിക്കണം, സൈഡ് എഫക്റ്റുകളെ കുറിച്ച് പറഞ്ഞിരിക്കണം, അതിനകത്തുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കണം. ഇതൊന്നും ശ്രീവിദ്യ പറഞ്ഞിട്ടില്ല. ചുമ്മാ വന്നിരുന്ന് പറയുവാണ് എനിക്ക് റിസൾട്ട് കിട്ടി. ഇത് തന്നെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ മിക്ക ഇൻഫ്ലുവൻസേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടി. എന്ത് റിസൾട്ട്? നമ്മുടെ ശരീരത്ത് ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് ഒരു ശകലമെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് 28 ദിവസമെങ്കിലും വേണം, 1 മാസമെങ്കിലും വേണം. അതും ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ചിരിക്കും. ഞാൻ എൻ്റെ തന്നെ സ്കിന്നിനെ വെച്ചിട്ട് ഞാൻ പറയാം. എൻ്റെ ഒരു മാസം മുമ്പുള്ള വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഫേസിൽ നല്ല രീതിയിൽ ഡാർക്ക് സ്പോട്ട്സ് നിങ്ങൾക്ക് കാണാം. ഇന്നിപ്പോൾ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഡാർക്ക് സ്പോട്ട് ചെറുതായിട്ട് മങ്ങിയിട്ടുണ്ട്. 1 മാസം എടുത്തിട്ടാണ് ശകലമെങ്കിലും ആ ഡാർക്ക് സ്പോട്ട്സ് ഒന്ന് മങ്ങിയത്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാകാം, നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാകാം. ആ ഉപയോഗിച്ച സാധനം കൊണ്ട് എനിക്ക് ശകലം റിസൾട്ടാണ് ഒറ്റ മാസം കൊണ്ട് കിട്ടിയത്. ഇനി 1, 2, 3 മാസം എടുക്കും ചിലപ്പോൾ എൻ്റെ ഫേസിലെ മുഴുവനായിട്ടും മങ്ങിപ്പോകാൻ വേണ്ടി. അതാണ് പറഞ്ഞത്, ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ച് ഇതൊക്കെ തന്നെ ഡിഫറൻസ് ഉണ്ട്. ഓരോരുത്തരുടെ സ്കിന്നും യുണീക്കാണ്, സ്കിൻ ടൈപ്പ് ഡിഫറെൻ്റ് ആണ്. അപ്പം ഇതിനൊക്കെ അനുസരിച്ച് പ്രൊഡക്റ്റുകൾ മാറിക്കൊണ്ടിരിക്കും. ശ്രീവിദ്യ ഉപയോഗിച്ച ആ ഒരു പ്രൊഡക്റ്റ് ശ്രീവിദ്യയുടെ സ്കിൻ ടൈപ്പിനായിരിക്കും ചിലപ്പോൾ സ്യൂട്ടബിൾ, മറ്റൊരാളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആകണമെന്നില്ല. ഇതിനെക്കുറിച്ച് ഒന്നും ശ്രീവിദ്യ പറയുന്നില്ല. അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? ശ്രീവിദ്യക്ക് യാതൊരു രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റിയും ഇല്ല, സബ്സ്ക്രൈബേഴ്സിനോട് റെസ്പോൺസിബിലിറ്റി ഇല്ല, ഒരു കടമയും ഇല്ല, കടപ്പാടും ഇല്ല, ഒന്നുമില്ല. കിട്ടുന്ന സാധനം കൊള്ളാന്ന് പറഞ്ഞ് അങ്ങ് പ്രൊമോട്ട് ചെയ്യാണ്. ഒരു ഇൻഫ്ലുവൻസർ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്തോ, ഓക്കെ, ഒരു വിഷയമില്ല. പക്ഷെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന സാധനം കെമിക്കലായിട്ടുള്ളൊരു സാധനമാണ്. അത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് ഫിസിക്കലി ദോഷമുണ്ടാകും എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങളൊരു സാധനം പ്രൊമോട്ട് ചെയ്യാൻ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ചില കാര്യങ്ങളെങ്കിലും പറ.
ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് അലർജി ടെസ്റ്റ് നടത്തുക. അലർജി ടെസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് ഉപയോഗിക്കണം. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഉപയോഗിക്കണം. റിസർച്ച് ചെയ്ത് ഏത് പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകുന്നത് അതിനൊക്കെ അനുസരിച്ച് ഉപയോഗിക്കണം. ഇതൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്? റിയാക്ഷൻ യൂട്യൂബേഴ്സിന്റെ ഭാഗത്താണോ മിസ്റ്റേക്ക്? അല്ല. ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ആരെയും ബ്ലൈൻഡ് ഫോൾഡർലി ഫോളോ ചെയ്യാതിരിക്കുക. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ തന്നെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കി പ്രൊഡക്റ്റുകൾ കണ്ടെത്തുക, റിസർച്ച് ചെയ്യുക, ഉപയോഗിക്കുക. ഇതൊക്കെ പറയേണ്ട കടമ ഒരു ഇൻഫ്ലുവൻസറിനുണ്ട് ശ്രീവിദ്യ. അപ്പോൾ ആ കടമകളൊക്കെ മറന്ന് കാരണം പറയാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു തംബ്നെയിൽ വിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ ആരെയും പറ്റിച്ചില്ല, റിയാക്ഷൻ ചാനലുകാരാണ് പറ്റിച്ചത് എന്ന് പറയുന്നുണ്ടല്ലോ. ഇനി ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങൾക്ക് തെളിവുകൾ ശ്രീവിദ്യക്ക് തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെ, യു ആർ ജെനുവിൻ എന്ന് സമ്മതിക്കാം. നിങ്ങൾ ആരെയും പറ്റിച്ചിട്ടില്ലെന്ന് സമ്മതിക്കാം. വെറുതെ ഒരു പരസ്യവാക്യം പറഞ്ഞാൽ പോരാ, ആ പരസ്യത്തിനും എന്തെങ്കിലുമൊക്കെ ഒരു ജെനുവിനിറ്റി ഉണ്ടായിരിക്കണം. കാരണം നിങ്ങൾ ബ്രാൻഡോ കമ്പനിയോ ഒന്നുമല്ല, നിങ്ങളെ വളർത്തിയെടുത്തത് ഈ പ്രേക്ഷകരാണ്. അപ്പോൾ പ്രേക്ഷകരോട് കുറച്ച് റെസ്പോൺസിബിലിറ്റി കാണിക്കുക.